മാരിയോയാണ് കേട്ടോ. നമുക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതലേ വളർന്ന സ്ഥലമുണ്ട്, ഒരു അമ്മ വീടെന്നൊക്കെ പറയും. അമ്മ വീട്ടിൽ പോകാനൊക്കെ ഭയങ്കര സന്തോഷമല്ല. അതുപോലെയാണ് മാരിയോ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. എന്താ കാര്യം എന്നറിയോ? ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേൾക്കാൻ ഇമ്പമുള്ളൊരു കാര്യം പറയാം. ദൈവം എൻ്റെ പിതാവാണ്, ഭൂമി എൻ്റെ തറവാടാണ്, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്നൊക്കെ പറയും. പലപ്പോഴും അനാഥരായ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒരു ആശ്വാസത്തിന് അവരിങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട് കേട്ടോ. അതൊക്കെ വെറും ഒരു ഡയലോഗ് മാത്രമല്ല, ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ അത് സത്യമായി തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കിത് എൻ്റെ ഒരു വീടാണ്. ഞാനിപ്പോൾ ഉള്ളത് തോവാളക്കടുത്ത് ഭൂതപ്പാണ്ടിക്കടുത്ത് ശാന്തി ആശ്രമത്തിലാണ്. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവാലയമാണ്, ശാന്തി ആശ്രമത്തിലെ ദേവാലയം. ഇവിടെ വെച്ചാണ് ഞാൻ ജിജിയെ വിവാഹം കഴിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പനക്കലച്ഛനുണ്ടായിരുന്നു, വാണീന്ദ്ര അച്ഛനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ആശ്രമത്തിൻ്റെ ആചാര്യൻ ഫാദർ ക്രിസ്പിൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വിവാഹം കഴിച്ചാൽ അവളുടെ കൈപിടിച്ച് ഞാൻ ഇറങ്ങിപ്പോയതും ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതും. പക്ഷേ ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പ് മാരിയോ എന്തായിരുന്നോ അതേ മാരിയോ തന്നെയാണ് ഇപ്പോഴും. പണത്തിനോ പ്രശസ്തിക്കോ ഒന്നും എന്നെ സ്പോയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം സ്റ്റിൽ ദ സെയിം. വേറെ എന്താ പറയുക, മാറ്റങ്ങളൊന്നും വരാത്ത ഒരു പച്ചയായ മാരിയോ ജോസഫ് ഉണ്ട്. അവൻ തന്നെയാണ് ഞാനിപ്പോഴും. അപ്പം ഞാനിവിടെ ആശ്രമത്തിൽ വന്നപ്പം എനിക്ക് നിങ്ങളോട് ആശ്രമത്തിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് തോന്നി. അതിനു വേണ്ടി വന്നത്. ആ കൂടെ വായോ. അപ്പം ഞാൻ ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് ദേവാലയമാണ്. ക്യാമറ ഒന്ന് പതുക്കെ അങ്ങോട്ട് തിരിച്ചിട്ട് അകം കാണിക്കാവോ? അവിടെ ഇപ്പോൾ ആരാധന ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് കയറണ്ട. ഓക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത, രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള കുറേ ഇൻമേറ്റ്സ് ഉണ്ട്. അവരിരുന്ന് നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും, അതായത് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളൊരു സന്തോഷം. അല്ലെങ്കിൽ നമ്മൾ പറയില്ല യുറേഖാ എന്നൊക്കെ പറയില്ല, കണ്ടുപിടിച്ചു എന്ന് പറയില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങളുടെ മാരിയോ ജോസഫ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഒരു പക്ഷേ അതിന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഞാൻ ഇവിടെ തന്നെ കാണും. അതാണ് എൻ്റെ മാനുഷികമായ എൻ്റെ ചിന്ത അതാണ്. പക്ഷേ ബൈബിള് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാളെ എന്താണെന്നുള്ളത്. ഈശോ അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ ഡയലോഗ് എന്നാണെന്നറിയോ? നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഈ ജന്മത്തിൽ ഈശോ വിളമ്പി കൊടുത്ത് ചിലതുണ്ട്, അത് കഴിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ റിപ്പീറ്റ്, ഒന്നും. എന്ന് പറഞ്ഞാൽ ഇന്ന്, അതായത് 2026 ഓഗസ്റ്റ് 13 രാവിലെ 8:30 ബ്രേക്ക്ഫാസ്റ്റ് ശാന്തി ആശ്രമത്തിൽ നിന്ന് ഞാൻ കഴിക്കണമെന്നുള്ളത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 139:16 വായിക്കും, അങ്ങ് അത്ഭുതകരമായി എന്നെ മെനഞ്ഞുണ്ടാക്കി. എന്നിട്ട് പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, കേൾക്കണേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ജീവിക്കാനുള്ള ദിവസങ്ങൾ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാരിയോ 1978 ഫെബ്രുവരി 2 ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അന്ന് ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ദിവസം ഇന്നിപ്പോൾ ഇവിടെയാണ്. നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പുസ്തകത്തിലും എഴുതി വെച്ചതായിരിക്കാം ഇന്ന് മാരിയോ ജോസഫ് നിങ്ങളോട് കുറച്ചേരം സംസാരിക്കണം എന്നുള്ളത്. ഞാനിവിടെ പോകുന്നത് ഒരു റൂമിലേക്കാണ്. ഇവിടെ റൂമിൽ ഇരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അപ്പനായും അമ്മയായും ചേട്ടനായും അനുജനായും എല്ലാമായി എന്നെ സ്നേഹിച്ച ഈ ആശ്രമം തുടങ്ങിയ ആശ്രമത്തിൻ്റെ ആചാര്യൻ അച്ഛനാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മഠാധിപതിയാണെന്ന് പറയാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ. അച്ഛനെന്ത് ഫോണിലെന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്? അച്ഛാ, എന്തോ കണ്ടുകൊണ്ടിരിക്കണേ? നല്ല നല്ല ഫോമിലാണല്ലോ ഇന്ന്, സുന്ദരനായിരിക്കുന്നു. വീട്ടിലിരിക്കട്ടെ. കസേര വേണോ? എന്നാ ഞാൻ കസേരയിലിരിക്കാം. ഞാൻ ചെയ്തോളാം അച്ഛൻ. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, ഞാൻ ലൈവായിട്ടൊരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരുടെ ലോകത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ അച്ഛനെ കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും കേട്ടോ. ഞാൻ ജോലിക്ക് പോയാൽ, അത് ശരിയാണ്, ജോലിക്ക് പോകില്ല. ജോലിക്ക് പോയാൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇരുന്ന് കണ്ടോളൂ. ഞാനിത് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് നോക്കട്ടെ. മൈക്ക് പിടിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അച്ഛന് പതുക്കെ സംസാരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതാരാ അച്ഛന് ഷർട്ടൊക്കെ ഇങ്ങനെ നല്ല അലക്കി തയ്ച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടല്ലോ? സച്ചേൻ്റെ അച്ഛനാണോ? പലരും ഉണ്ട് ഇവിടെ. കൂട്ടുകാരെ, ഇത് ക്രിസ്പിൻ ആചാര്യ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഞാൻ ഒന്നൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്നെ മോനെന്ന് വിളിക്കും, ഞാൻ പപ്പാന്ന് വിളിക്കും. അങ്ങനത്തെ ഒരു സ്നേഹമാണ്. അത് അത്രയും ആഴമായൊരു സ്നേഹമാണ്. അതായത് ഞാൻ 96 മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ തെക്കും വടക്കും ആളുകൾ ഓടിക്കും. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. മുസ്ലിമീങ്ങൾ എവിടെ കണ്ടാലും തീർക്കാവുന്ന തരത്തിൽ എന്നെ ഓടിക്കുമ്പം അച്ഛനാണ് എനിക്കൊരു അഭയം തന്നത്, സേഫായിട്ട് താമസിക്കാൻ. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം നമ്മളൊരു അപകടത്തിൽ തീർന്നു എന്ന് ആലോചിക്കുമ്പോൾ കൈതരുന്നവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല.
അങ്ങനെ ഞാൻ ഈ ആശ്രമത്തിൽ 98 വന്നു. ഞാൻ 2004, 2005 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടുന്ന് ജിജിയെ വിവാഹം കഴിച്ച്, അച്ഛനായിരുന്നു വിവാഹ ആശീർവാദമൊക്കെ, ഇവിടുന്ന് നാട്ടിലേക്ക് ചാലക്കുടിക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, ഞാനിവിടെ വന്നപ്പോൾ അച്ഛന്റെ ഒരു പ്രത്യേകത, അച്ഛന് ശരിക്കും മലയാളികൾക്ക് പരിചയമില്ല. അതുകൊണ്ട് മലയാളികളോട് അച്ഛൻ ആരാന്നൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആൽബിനെ, കൂട്ടുകാരോട് ഒരു കാര്യം പറയും, ഇത് ലൈവ് വീഡിയോ ആണ്, ചിലപ്പോൾ ഇന്റർനെറ്റ് പോയാൽ വീഡിയോ കട്ടായി വന്നാലും ഞാനതൊന്ന് നോക്കട്ടെ, പോകാതിരിക്കാൻ ശ്രമിക്കുന്നു മാത്രം. അച്ഛന്റെ പ്രത്യേകത, അച്ഛൻ ഏത് വർഷത്തിലാണ് ഈ തോവാളൊക്കെ അല്ലെങ്കിൽ ഈ തിട്ടുകളൊക്കെ വന്നത്? 1987. 87 ഈ ഒരു മിഷണറി വൈദികൻ ഈ ആശ്രമത്തിൽ, അതായത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇനിയാണ് പ്രത്യേകത, ശ്രദ്ധിക്കണേ. അദ്ദേഹം ജീവിതകാലത്ത് വലിയ സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു മിഷണറി ആകണം എന്നതായിരുന്നു സ്വപ്നം. മിഷണറി എന്ന് പറഞ്ഞാൽ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ. അതിന് പലരും നോർത്ത് ഇന്ത്യയിൽ പോകും, പല സ്ഥലങ്ങളിലൊക്കെ പോകും. പക്ഷെ അച്ഛൻ ഒരു മിഷണറിയായി ഇവിടെ വന്നു. അപ്പം മിഷണറി എനിക്കും ആകാൻ പറ്റും അച്ഛാ. ഇപ്പൊ ഞാനൊരു മിഷണറിയാ, വചനം പറഞ്ഞൊക്കെ നടപ്പുണ്ടില്ലേ? അതെ, മിഷണറി. പക്ഷെ അച്ഛൻ അതേ കൂട്ടത്തിൽ വേറൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മിഷണറി ആയാൽ പോരാ, ഞാനൊരു സന്യാസി ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു അച്ഛന്? ഉണ്ടായിരുന്നു. അത് വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛന്, സന്യാസി ആകണമെന്ന്. അങ്ങനെ സന്യാസിയാകാൻ വേണ്ടി കുരിശുമല വാഗമൺ ആശ്രമത്തിലായിരുന്നു അച്ഛൻ. പിന്നെ അച്ഛൻ ഫ്രാൻസിസ് ആചാര്യ ഉള്ളപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നേ? അതെ, ഫ്രാൻസിസ് ആചാര്യയുടെ ഒരു ശിഷ്യനായിരുന്നു. അവിടുത്തെ സന്യാസികളിൽ ഒരു സന്യാസിയുമായിരുന്നു നമ്മുടെ കൃഷ്ണനച്ഛൻ. അപ്പോൾ അദ്ദേഹം മിഷണറിയാണ്, അദ്ദേഹം സന്യാസിയാണ്. പിന്നെ അച്ഛനൊരു വലിയ കൊതി ഉണ്ടായിരുന്നു, ഒരു കുർബാനയെങ്കിലും ഈ കൈ കൊണ്ട് അർപ്പിക്കണമെന്ന്. കൊതി ഇല്ലായിരുന്നു അച്ഛൻ? ഇല്ലായിരുന്ന? ഉണ്ടായിരുന്നു. അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മള് കുർബാന ഒന്ന് അർപ്പിക്കണം, ഒരു അച്ഛനാവണം എന്നുള്ളത്. അങ്ങനെ അച്ഛനും ആയി. അപ്പം നല്ലൊരു മിഷണറിയാണ്, നല്ലൊരു സന്യാസിയാണ്, നല്ലൊരു വൈദികനാണ്. ഇനി ഈ മിഷണറിയുടെ ഒരു പ്രത്യേകത മലയാളികൾ അറിയണം. ഈ മിഷണറി ഈ നാട്ടിൽ വരുമ്പോൾ ഇവിടെ മലങ്കര കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലും ഇല്ലായിരുന്നു. ആ അച്ഛൻ ഇവിടെ വന്ന് ഓരോ വ്യക്തികളെയും പരിചയപ്പെട്ട്, ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത പറയാം. അത് നിങ്ങൾ മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മതം മാറ്റം എന്നൊക്കെ വിചാരിച്ചാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛന് നമ്മുടെ നാട്ടിൽ കൈപുണ്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദൈവപുണ്യമുള്ള ഒരു മനുഷ്യനാണ്. അതായത് ഒരു രോഗി അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചു നേരം പ്രാർത്ഥിച്ച്, ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന്, ചിലപ്പോൾ എന്തെങ്കിലും പച്ചില, അതായത് അച്ഛന് ദൈവം കൊടുത്ത ചില കഴിവുണ്ട്. അദ്ദേഹം കുറച്ചൊക്കെ ഹോമിയോപ്പതിയെ കുറിച്ചും യുനാനിയെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് രോഗമായി, ദുരിതമായി, പ്രശ്നമായി വരുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവർ അച്ഛനെ വിട്ടു പോകില്ല, അച്ഛനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ്. അതല്ല സത്യം. ഈ മാരിയൊക്കെ അതല്ല സംഭവിച്ചു പോയത്. അച്ഛന്റെ ചിരിയാണ് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെ അച്ഛനെ ചുറ്റിപ്പറ്റി നിന്ന് എന്ത് പറ്റിയെന്നറിയാം നിങ്ങൾക്ക്? ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരിടവക പോലും ഇല്ലാത്ത ഈ നാട്ടിൽ 5 മലങ്കര ഇടവകകൾ സ്ഥാപിക്കാൻ അച്ഛന് സാധിച്ചു എന്നുള്ളതാണ്. 1 അല്ല 5 ഇടവകകളുണ്ട് അല്ലെ? അച്ഛന് ഓർമ്മയുള്ള സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തന്നെ. മുക്കടലില് ഒരു ഇടവക ഉണ്ടായി, ഭൂതപ്പാണ്ടി ഒരു ഇടവക ഉണ്ടായി, മത്യാസ് നഗർ ഒരു ഇടവക ഉണ്ടായി, ജ്ഞാനദാസപുരം ഇടവക ഉണ്ടായി, പിന്നെ ഒരു മിഷൻ ഏരിയയും കൂടെ ഉണ്ടല്ലോ, പേര് മറന്നു, നാവക്കാട് ഒരു മിഷൻ ഏരിയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഒരു ജന്മത്തിൽ ഒരു മിഷണറി അദ്ദേഹം ഒരു മിഷണറി സഭയിലെ അംഗമായിട്ടല്ല വന്നത്. അദ്ദേഹം ഒരു മിഷണറി ആയി മാറി, അത് കഴിഞ്ഞൊരു സന്യാസാശ്രമത്തിൽ നിന്നും അവിടുത്തെ സന്യാസമൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത്രയും സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് വൈദികനായി, എന്താ പറയാ, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഒരു സുമാർ അച്ഛനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് മാമോദിസ വരെ നൽകാൻ തമ്പുരാൻ ഉപയോഗിച്ചൊരു വിശുദ്ധനായ വൈദികനാണ് അദ്ദേഹം. ഈ നാടിന്റെ, ഞാൻ ഈ പറയുന്ന ഈ നാടിന്റെ ഒരു അനുഗ്രഹമാണ് അച്ഛൻ. കാരണം ഈ നാട്ടുകാർക്കെല്ലാം ജാതിയും മതവും ഒന്നും നോക്കില്ല, എല്ലാവർക്കും പ്രിയങ്കരനാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛൻ. കാരണം അച്ഛൻ നടന്നു പോകുമ്പോൾ പിള്ളേരെല്ലാം ഓടി വരുന്നതാണ് നമ്മൾ തന്നെ ഷോക്കാവും. അതുപോലെ മുതിയവരും പ്രായമുള്ളവരും ഓടി വന്ന അച്ഛൻ്റെ അടുത്ത് സ്നേഹം, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ആശ്രമം ഉണ്ടല്ലോ, ഈ ശാന്തി ആശ്രമം നിലനിന്ന് പോകാൻ പ്രത്യേകിച്ച് അച്ഛന് വലിയ വരുമാനവും ബുദ്ധിമുട്ടും ഒക്കെ ആണ്. അത് തുറന്നു പറയാണ് ഞാൻ. എന്താ സംഭവിച്ചത്? ഇന്നലെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയായിരുന്നു, ഇത്രയൊക്കെ ചെയ്ത ഈ ഒരു മിഷണറി സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു സർജറിയുടെ ആവശ്യം വന്നപ്പോൾ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടി പോയിരുന്നു. അപ്പം ഞാൻ എൻ്റെ എന്തോ ഒരു വിഷമം പറയുന്ന കൂട്ടത്തിൽ അച്ഛൻ ഇങ്ങോട്ട് ആ വിഷമം പറഞ്ഞാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു, ശരിയാണല്ലോ, നമ്മൾ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് എന്നേ കാണുന്നുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ ഈ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിലിങ്ങനെ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ മിഷൻ വർക്ക് എല്ലാവിടെയും നടത്തി റെഡിയായി, പക്ഷെ ഇപ്പൊ ഇച്ചിരി പ്രായാധിക്യമായ വൈയായികയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങളും മുന്നേ കടന്നുപോയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ തോന്നുന്നു. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാന്നൊക്കെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത്, കേരളത്തിലുള്ള മലയാളം അറിയാവുന്ന, എന്നെ ശ്രമിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ മിഷണറി ആവണമെന്ന് കൊതി വരുന്നു, സന്യാസി ആവണമെന്ന് കൊതി വരുന്നു, ഒരു വൈദികനാവണമെന്ന് കൊതി വരുന്നു, ഇറങ്ങി തിരിച്ചിട്ട് 5 ഇടവകകൾ 5 ഇടവകകൾ ഉണ്ടാക്കുന്നു. ഒരു ഇടവകയിൽ മിനിമം 50, 60 അല്ല 100 കുടുംബങ്ങളെ നോക്കണം. അങ്ങനെ ഇടവകകൾ സ്ഥാപിച്ച് അവിടെയല്ല ഇപ്പൊ വൈദികരായി, അത് രൂപതയുടെ കീഴിലായി മാറി. പക്ഷെ അദ്ദേഹം വന്ന് താമസിച്ച അതേ ആശ്രമത്തിൽ, അതേ മുറിയിൽ അദ്ദേഹം ഇപ്പോഴും ആ ഒരു എളിയ ജീവിതം, ഇദ്ദേഹത്തെ
ഞാൻ അച്ഛനെ ഇരുത്തിയിട്ട് മുഖസ്തുതി പറയല്ല, ഞാൻ അച്ഛനെ ഏറ്റവും അധികം സ്വാധീനിച്ചു പോയ രംഗം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ലൈവായതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിവിടെ ആദ്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ വഴിയിൽ നിന്ന് കഴിച്ചിട്ട് വന്ന ഒരു ആപ്പിൾ ബാക്കിയുണ്ടായിരുന്നു. അച്ഛൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ ആ ഒരു ആപ്പിൾ അച്ഛന് കൊണ്ട് കൊടുത്തു. അച്ഛന് ഇഷ്ടം കൊണ്ട് അച്ഛൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് 32 പേര് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സത്സംഗിന് വന്നപ്പോൾ ഈ ഒരു ആപ്പിൾ 32 പീസായിട്ട് പപ്പടം പോലെ നൂല് പോലെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു. അന്നാണ് ഷെയറിങ് ഈസ് കെയറിങ് എന്ന ബോധം എനിക്കുണ്ടായത്. ഒരു പരിധിവരെ ഒരു 100-300 വീടുകൾ വെച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും, ഒരുപാട് പേർക്ക് മരുന്ന് കൊടുക്കാനും, ഒരുപാട് വിവാഹധന സഹായം ചെയ്യാനും, ഒരുപാട് വസ്ത്രങ്ങൾ നൽകാനും, ഒരുപാട് ഭക്ഷണം നൽകാനും, കണ്ട എല്ലാ നന്മ പ്രവൃത്തികളും ആരോഗ്യക്ക് ചെയ്തെടുക്കാൻ ഇതൊരു പ്രേരണയായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ നമുക്കും അവർക്കും ഈക്വലായിട്ട് പങ്കിടാനുള്ള ഒരു മനസ്സ്, അത് ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, ഞാൻ എന്തായാലും ആശ്രമത്തിൽ കുറച്ച് നാൾ ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈവായിട്ട് അച്ഛൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. നമുക്കൊക്കെ എന്താ പറയുക, നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന ചരിത്രമാണ്. കാരണം അത്രയും അച്ഛൻ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും നല്ലൊരു ആശ്രമമൊക്കെ ഇവിടെ പണിതെടുത്തത്. ആശ്രമം രണ്ടായിട്ടാണ്. അതായത് ഒരു സൈഡിൽ കംപ്ലീറ്റ് കണ്ടംപ്ലേഷൻ മാത്രമാണ്, അതായത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഏരിയ സന്യാസിമാർക്കും വൈദികർക്കും, മറ്റൊരു ഏരിയ ഒരു വൃദ്ധമന്ദിരമാണ്. 19ഓളം ആരോരും ഇല്ലാതെ, അതായത് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് അവസാനമായപ്പം എന്താ പറയുക, കരുവേപ്പില പോലെ ആയിപ്പോയ കുറേ മനുഷ്യരുടെ ജീവിതമാണ് ഇവിടെ. അന്ന് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൃദ്ധന്മാരൊന്നും ഇപ്പം ആരും ഇല്ല, എല്ലാവരും പോയി. ഞാൻ പഴയ നമ്മുടെ ചുങ്കാങ്കട, നമ്മുടെ പെയിന്റർ, അവരൊക്കെ വന്ന് അന്വേഷിക്കും. എനിക്കെന്തൊരു സങ്കടം, ആരെയും കാണാനില്ല. 3 പേരുണ്ട്. ആരാ ഉള്ളത്? പഴയത് ടൈലർ ഉണ്ട്. ശരി, ടൈലർ എന്റെ ഗുരുവാണ്. എന്നെ ഈ ജുബൊക്കെ തയ്ക്കാൻ എന്നെ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് 93 94 വയസ്സല്ല, 90 വയസ്സ്. എന്നോട് പറഞ്ഞു 93 വരെ പറഞ്ഞു. അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി കാണണം. ബായി ഉണ്ട്. ബായി എപ്പോ വന്നാലും ഓടി വരും. ഹിന്ദിക്കാരൻ. ബായി എന്ന് പറയുന്നത് എന്താ, അച്ഛൻ എവിടുന്ന് ഈ ബായിനെ കിട്ടി ശരിക്കും പറഞ്ഞ? കടത്തിലെ കിടന്ന ഭാഷയത്തിലല്ലോ, ഹിന്ദിക്കാരനല്ലേ. അവരെ പിടിച്ചു പറഞ്ഞ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ ഒരു കടയിൽ തളർന്നു കിടക്കുന്നു. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ ഒരു വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുവന്നു. വന്നപ്പോഴേ മന്ദബുദ്ധിയാണെങ്കിൽ വന്നപ്പോഴേ കൈകൂപ്പി വന്നു. പക്ഷെ അവന്റെ ഒരു പ്രത്യേകത അറിയാം, അവന് മന്ദബുദ്ധി ആണെങ്കിലും അവൻ അത്യാവശ്യം പണിയെടുക്കും. അതിലും വലിയ പ്രത്യേകത, അവനെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇല്ലാന്നും പറഞ്ഞു ഒറ്റ കരച്ചിലവൻ. പ്രശ്നം ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും. അവിടെ നാഗപ്പൂരുണ്ടോ, നാഗപ്പൂരിന് പേര് കേൾക്കുമ്പോൾ അവന് ഇഷ്ടമല്ല, സ്വന്തം വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല, അച്ഛനെ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല. നമുക്ക് അവരെയൊക്കെ പിന്നെ ഓരോ വീഡിയോയിൽ പരിചയപ്പെടാം കേട്ടോ. ബായ് കട്ടായി പോയല്ലോ. ഈ ബായ് ആരാന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അവനോട് ബായ്, പിന്നെ പാട്ടി ഉണ്ട് അല്ലേ, സേവിയർ. ഓക്കെ. അപ്പൊ ആളുകൾ കേൾക്കും ഇവിടെ പെണ്ണുണ്ടോ? ഇല്ല. അയ്യോടെ ഒരു പെണ്ണോട് ഇരിപ്പുണ്ടല്ലോ. നമ്മള് പാട്ടിന്ന് വിളിക്കുന്നതാണ്. അലി ആണുമല്ലോ പെണ്ണുമല്ലോ. അതെ അതെ, മനസ്സിലായി. അങ്ങനെ ഒരാളുണ്ട്. ഈ 3 പേരും ഞാൻ ഉള്ളപ്പോഴുള്ളതാണ്. അതായത് 10-20 വർഷം. ബാക്കിയുള്ള എല്ലാവരും പോയി, എല്ലാവരും സ്വർഗത്തിൽ പോയി. പക്ഷെ പുതിയ ഒരുപാട് ആളുകൾ വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നു പോയായിരുന്നു, ഒരു ദിവസത്തിന് വന്ന്. അന്ന് ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണ്. ഒരു ചേട്ടൻ വന്നു. അദ്ദേഹം BSNL വലിയ ഓഫീസിലൊക്കെ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ പ്രായമായി കഴിഞ്ഞപ്പോഴേക്ക് സ്വത്തെല്ലാം ഭാര്യയും മക്കളും എല്ലാം ആക്കി ഇങ്ങനെ ഒന്നും അല്ലാണ്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര സങ്കടം തോന്നി. വന്നോന്ന് അറിയില്ല. ഇനിയിപ്പം സച്ചിയാനന്ദ അച്ഛനെ കണ്ടാലേ അറിയുള്ളൂ തിരിച്ച് അദ്ദേഹം വന്നോ. ഇതാണ് ഇങ്ങനെയുള്ള കുറെ മനുഷ്യരാണ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളതെന്ന് ചുരുക്കം. വീഡിയോയുടെ പ്രത്യേകത എല്ലാവർക്കും ഒരേ ശാപ്പാടാണ്. ഞങ്ങൾ കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടെങ്കിൽ അത് അവർക്ക്, അച്ഛൻ കുടിക്കുന്നത് തന്നെ അവരും കഴിക്കും, ഞാനും കഴിക്കും. അതുകൊണ്ട് ഒരു ഒരു ഈ പന്തിയിൽ വലിയ വ്യത്യാസം കാണിക്കുന്നില്ല, പരാതിയില്ല. അതായത് വലിയ ടീമുകൾക്ക് ഒരു ഫുഡ്, അതിന്റെ താഴെയുള്ളവർക്ക് ഒരു ഫുഡ്, അതിന്റെ താഴെ അങ്ങനെ 3-4 ഡൈനിങ് ടേബിൾ ഒന്നും അതൊക്കെയാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. അച്ഛൻ ഞാനിവിടെ വന്ന് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു കാരണം അതൊക്കെയാണ്. സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് സ്കൂട്ടൈസ് ചെയ്യും, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, മരുന്ന് കിട്ടുന്നുണ്ടോ ഒക്കെ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് ഒന്നിനെ കുറവ് വെച്ചിട്ടില്ല, ഒരൊറ്റ എണ്ണം പോലും കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ ചേട്ടൻ്റെ മകള് പെണ്ണുങ്ങളെ സിസ്റ്ററാണ്, അവിടെ നിന്ന് എല്ലാവരും പോയി സ്കൂട്ടൈസ് ചെയ്തു. എൻ്റെ സ്വന്തക്കാരെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ചുറ്റപ്പ ഇതിപ്പോൾ ഒരു ഇല്ല ഞാൻ കണ്ടിട്ടേന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മീനില്ല, ഇറച്ചിയില്ല, മരുന്നില്ല. അത് ശ്രദ്ധിച്ചോണം. ഇവിടെ നോൺ വെജ് ഒന്നും ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല, നമ്മളും കഴിക്കുന്നില്ല. ഇവിടെ ഉള്ള ഇൻവെജ് ആർക്കും നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാവരും ഒരു കുടുംബം പോലെ, ശരിക്കും പറഞ്ഞു പക്ക ഒരു കുടുംബം. അതുകൊണ്ട് ഒരു സന്തോഷം. പിന്നെ അത് പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഈക്വലായ പരിഗണനയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പരിഭവം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് അച്ഛനെ കുറിച്ച് അടുത്തിരുത്തിയിട്ട് മുഖസ്തുതി പറയുന്നതല്ല, നമ്മളൊരു നിജസ്തുതി പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റൂ. നിജസ്തുതി എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ദൈവകൃപയുള്ള ഒരു മനുഷ്യനാണ്. അതായത് ഞാൻ കണ്ട ഒരുപാട് വൈദികരുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വൈദികരുടെയും കൂടെ ശുശ്രൂഷക്കൊക്കെ പോയ ഒരാളാണ് ഞാൻ. എല്ലാവരിലും വ്യത്യസ്തമായ യുണീക്ക് കൃപകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രിസ്പനച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ് അച്ഛാ. ഒന്നാമത്തത്,
അച്ഛൻ്റെ അടുത്ത് ഒരാൾ രോഗിയായി വന്നാൽ, ഒരു രോഗമായിട്ട് വന്നാൽ, ഇത് വൈറസ് ആണോ ഇൻഫെക്ഷൻ ആണോ എന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്താൻ പൊതുവെ അച്ഛന് പറ്റും. വൈറസും ഇൻഫെക്ഷനും ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞു കൊടുക്കും. ഇനി അല്ല, ഇതെന്തെങ്കിലും പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പൂർവികരുടെ ശാപോ ബന്ധനോ മറ്റോ ഒക്കെ ആയി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കറക്റ്റ് അച്ഛൻ പ്രാർത്ഥനയിൽ മനസ്സിലാക്കി അതിനുള്ള പ്രാർത്ഥനകൾ ഒരു കൊടുക്കും. ഇതിനേക്കാൾ ഉപരി അച്ഛൻ്റെ ഒരു സ്വാധീനം, അച്ഛനിൽ ഞാൻ കണ്ട പ്രത്യേകത, ഇതൊരു പൈശാചികമായ ഉപദ്രവമാണെന്ന് കണ്ടാൽ അതിന് ഡെലിവറൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അച്ഛനൊരു പ്രത്യേക കഴിവാണ്. അപ്പൊ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണോ, ഇനി അതല്ലാതെ ഒരു പഴക്കദോഷം അല്ലെങ്കിൽ പാരമ്പര്യ ശാപം പോലെ വല്ലതാണോ, ഇനി അല്ലെങ്കിൽ ശൈത്താന്റെ ഉപദ്രവമാണോ, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനും അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടുതൽ പ്രാപിച്ച് പോകുന്ന തരത്തിലാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്. അതൊരു പരിധിവരെയൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി സച്ചാനന്ദ അച്ഛനും മേടിച്ച പോലെ എനിക്ക് തോന്നുന്നു. അച്ഛനുമായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനിത് പറയുന്ന ഇത്രേ ഉള്ളൂ, ഏതെങ്കിലും മലയാളികൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് മാറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആശ്രമത്തിൽ വല്ലപ്പോഴും വരാം, വന്ന് നിങ്ങൾക്ക് 1, 2, 3 ദിവസമൊക്കെ ഇവിടെ താമസിക്കാം. ഇവിടെ നല്ല രസമാണ്, നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം. ഇല്ല അച്ഛാ, വന്ന് താമസിച്ചൂടെ? ഫ്രീ ഓഫ് ചാർജ് ആണ്. ആഹാ, അത് ലോകത്ത് ഒരു ആശ്രമത്തിലും അങ്ങനെ പറയില്ല അച്ഛാ, ഫ്രീ ആയിട്ട് വരാൻ. അച്ഛാ എല്ലാവരും കൂടെ ഫ്രീ ആയി വന്നാൽ നമ്മൾ പെട്ടുപോകും. ദൈവം തരും. താങ്ക് യു അച്ഛാ. ഞാൻ വന്നപ്പോഴും ഫ്രീ ഓഫ് ചാർജിന് തന്നെയായിരുന്നു താമസമൊക്കെ കേട്ടോ, ഒരു സംശയം വേണ്ട. ഇപ്പോഴും ഫ്രീ ഓഫ് ചാർജിന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പം മലയാളികൾക്ക് ഇവിടെ വരാം, അച്ഛൻ്റെ കൂടെ ഇരിക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് ചില കുടുംബങ്ങൾ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചില കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും വലിയ തടസ്സങ്ങൾ കാണും. ഓരോ മക്കൾക്കും എന്തെങ്കിലും പ്രശ്നം ഒന്ന് മാറി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഇനി അല്ലെങ്കിൽ ഒരു മോഷണം, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളായിരിക്കും ഏതെങ്കിലും ഒരു കുടുംബ വൃക്ഷത്തിൽ കിടക്കുന്നത്. ഇതൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് ദിവസം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കണ്ടെത്തുകയും അതിനുള്ള പരിഹാരവും അതിനുള്ള ബലിയർപ്പണങ്ങളും ഇനി അല്ലെങ്കിൽ പ്രാർത്ഥനകളും കുമ്പസാരവും മറ്റു എല്ലാ സൗകര്യങ്ങളും ആശ്രമത്തിൽ എന്താ പറയുക ഫ്രീ ഓഫ് ചാർജിൽ അച്ഛൻ ഇവിടെ ഇരുന്ന എല്ലാ സംഗതികളും നിങ്ങൾക്ക് ചെയ്തു തരും. അച്ഛൻ ഇച്ചിരി പ്രായത്തിൻ്റെതായ ഇച്ചിരി വിഷമങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ച്. എന്നിട്ടും ഒരു മടിയുമില്ല. നമ്മളിപ്പോൾ വചനം പറയുന്ന കാര്യം അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ അപ്പം ചാടി എഴുന്നേൽക്കും. അതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത. പറ്റുന്ന പോലെ എഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ ഒരു കാരണവശാലും എഴുന്നേറ്റ് പോകില്ല എന്ന് വിചാരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛനെ എഴുന്നേറ്റ് നമ്മുടെ അച്ഛൻ തന്നെയാണോ ആലോചിച്ച് പോയി അച്ഛൻ. അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു ഗുണമുണ്ട്, നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് കരുണ കാണിക്കുക എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആരോഗ്യം മറക്കും, അച്ഛൻ്റെ പ്രായവും മറക്കും, അച്ഛൻ എഴുന്നേറ്റ് ഓടും എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും കൂട്ടുകാരോട് ഞാൻ തിരിച്ച് എൻ്റെ ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ആശ്രമമല്ലേ അച്ഛൻ? ആമാ എൻ്റെ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് സച്ചിദാനന്ദ അച്ഛനും ക്രിസ്ത്യൻ അച്ഛനും ഒക്കെ, അപ്പോൾ വലിയച്ഛനും കൊച്ചച്ഛനും ഒക്കെ വളരെ വേണ്ടപ്പെട്ടവർ ഞാനിവിടെ ആശ്രമത്തിലുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും ഞാനും കൂടി ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. വേറെ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? ആശ്രമത്തിന്റെ മോട്ടോ എന്ന് പറയുമ്പോൾ വിശക്കുന്നവൻ ആഹാരം, ദാഹിക്കുന്നവൻ കുടിക്കാൻ, രോഗിക്ക് ഫ്രീ ആയിട്ട് മരുന്ന്, വസ്ത്രമില്ലാത്തവന് ഫ്രീ ആയിട്ട് വസ്ത്രം, തലയാക്കാൻ ഇടയില്ലാത്തവന് തലയാക്കാൻ എന്നാ കൊള്ളാം. എല്ലാം ഒരു മനുഷ്യന് സമഗ്രമായി ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമായ അച്ഛാ. ഇതൊക്കെ ഞാൻ ഇവിടെ ഇച്ചിരി കോപ്പി എടുത്ത് കൊണ്ടുപോയാണ് ഞാൻ ഇതൊക്കെ പുറത്ത് ചെയ്ത് കേട്ടോ. 75% സക്സസ് ആണ്. 75% സക്സസ്ഫുൾ ആണ്. ആരും പട്ടിണി പോകേണ്ട. ഇന്നലെ വരുന്ന വഴിക്ക് ആൽബിനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, എടാ ഉച്ചൂണ് നമ്മൾ ആശ്രമത്തിലേക്ക് പോകണടാ, അവിടെ കിച്ചൺ എപ്പോഴും ഓപ്പണാടാ. തമാശക്കാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു കിച്ചൺ ഓപ്പണാ. 4 മണി വരെ അവിടെ മെച്ചപ്പുറത്ത് ചോറും കറിയും ആരും ഒന്നും കഴിക്കുക. ഒരിക്കൽ വന്നു രണ്ടാമത് വരുമ്പോഴേ കൂട്ടുകളിലേക്കാണ് പോകുന്നത്. പോയി ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് വെച്ചിട്ട് വരും. ഞാനിത് നിങ്ങളോട് ഇവിടെ ഒക്കെ വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് നാടാ എന്താണെന്നൊക്കെ വിചാരിക്കും. അതിനൊരു മറുപടി തരാവേ. ഇപ്പോ വിശുദ്ധനായ ദേവസഹായം പിള്ളയുടെ മല ഇവിടുന്ന് 14 കിലോമീറ്റർ ദൂരമാണ്. അപ്പൊ വിശുദ്ധന്റെ ദേവസഹായം മൗണ്ടിൽ പോകുന്നവർക്ക് ഇതൊരു നല്ല താവളമാണ്. മറ്റൊന്ന്, ലോകത്തിൽ തന്നെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഒരേ കടലിൽ കാണാവുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. 3 കടൽ ഒന്നിച്ച് ഒരു ത്രികോണത്തിൽ കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് സൂര്യൻ ഉദിച്ച് മറു സൈഡ് സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പൊ കടലിൽ തന്നെ ഇത് രണ്ടും കാണാവുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിക്ക് ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ 10-25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം 2 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, ഒന്ന് വിശുദ്ധമായ ടൂറിസ്റ്റ് സ്ഥലം നമ്മുടെ ദേവസഹായം മൗണ്ടും, മറ്റൊന്ന് കന്യാകുമാരി. ഇത് രണ്ടും വിസിറ്റ് ചെയ്യുന്നവർക്ക് വളരെ അടുത്താണ് നമ്മളുടെ ഈ തോവാളയിലെ ശാന്തി ആശ്രമം. ഈ ആശ്രമത്തിന്റെ തൊട്ടടുത്ത് നല്ലൊരു ഡാം ഉണ്ട്. എന്തായിരുന്നു? മുക്കടൽ ഡാം. ഇതൊരു 3 വലിയ മല, അതിന്റെ സെൻട്രൽ ഒരു കുഞ്ഞു ഡാം, ആ ഡാമിന്റെ തൊട്ടടുത്തായിട്ട് മലയുടെ ചെരുവിലായിട്ട് മനോഹരമായ ആശ്രമം. അപ്പം ഒരു ടൂറിസ്റ്റ് മൈൻഡോട് കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിലും ഇതൊരു നല്ല സ്ഥലമാണ്. ഒരു സ്പിരിച്വൽ മനസ്സോട് കൂടിയാണ് യാത്ര ചെയ്യുന്നെങ്കിലും ഇതൊരു നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെയുള്ള അച്ഛന്മാരും സന്യാസിമാരും ഇവിടെയുള്ള ഇൻമേറ്റ്സ് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരാണ്. എന്നെ അത്ര കൂട്ടിയില്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ് അല്ലേ? എന്താ വെച്ചാൽ എന്നെ അത്ര കൂട്ടിയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അച്ഛനൊരു ചിരി, എനിക്ക് സ്നേഹമില്ല അച്ഛാ. അയ്യോ
ഞങ്ങള് അച്ഛനാണ് എന്റെ വിവാഹമൊക്കെ നടത്തി തന്നെ കേട്ടോ. ഇവിടുത്തെ പള്ളിയിൽ ഞാൻ പള്ളിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം വിവാഹത്തിനും ഒരു 5-6 വർഷം മുമ്പ് ഞാൻ അച്ഛന്റെ കൂടെ ആയിരുന്നു. അച്ഛൻ എന്റെ ഇൻ ആൻഡ് ഔട്ട് അറിയാല്ലേ? അറിയില്ല അച്ഛൻ? ഉയരാണ്, ഉയർവശം, അച്ഛന്റെ ജീവൻ, ഉയിർപാസം. ഓ, ജീവ തുല്യ സ്നേഹമാണ് എന്നോട് അച്ഛനാണ്, ഉയിർപാസം. അച്ഛനെ ഇവിടെ വന്നിട്ട് 10, 30, 35 വർഷമായതുകൊണ്ട് മലയാളമൊക്കെ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് തമിഴേ കയറി വരുന്നുള്ളൂ. എന്താ ചെയ്യുക അച്ഛൻ? അതെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സച്ചിദാനന്ദ ബ്രദറിന് പാട്ടൊക്കെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ അച്ഛനായല്ലോ. കഴിഞ്ഞ ദിവസം കുർബാനക്ക് പങ്കെടുപ്പ് എന്നെ പാട്ടുണ്ട് പോലെ അച്ഛാ. മലങ്കര കുർബാനക്ക് സച്ചിദാനന്ദ അച്ഛന്റെ പാട്ടേ ഭയങ്കര മാറ്റം. ആ ഈണവും തൂണൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ കോരി തിരിച്ചു പോയി. കുർബാന തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. സാധാരണ മലങ്കര കുർബാന 1 മണിക്കൂറൊക്കെ എടുക്കുമ്പോൾ മതിയേ എന്ന് പറയുന്നത് ഞാൻ ഇനിയും തീരല്ലേ എന്ന് പറഞ്ഞു. അത് കൂട്ടത്തിൽ അതും കൂടെ പറയാം. ഈ അച്ഛൻ 5 ഇടവകകളുള്ള സമയത്ത് ഒരു ഞായറാഴ്ച 5 മലങ്കര കുർബാന ചെല്ലുന്ന രംഗം ആലോചിച്ച് നോക്കിയാൽ. പോട്ടെ, ഒരു 3 എണ്ണം ചെല്ലുന്ന മിനിമം 2 മണിക്കൂർ നിൽക്കണം ഒരു കുർബാനക്ക്. അച്ഛന് വേരിക്കോസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ദൈവകൃപ. അത്രയും ഓരോ പള്ളികളിൽ ഓടിപ്പോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടുത്തെ കുർബാന കഴിഞ്ഞ് നേരെ അപ്പുറത്ത് കുർബാന, അത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തോളം പറഞ്ഞു ഓടി. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ കർത്താവിനോടുള്ള പ്രണയം മൂത്തിട്ട് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല മറ്റുള്ളവർക്ക് കർത്താവിന് കൊടുക്കണം, ദൈവസ്നേഹം കൊടുക്കണം എന്നുള്ള ഒരു കിർക്കിന് വേണമെങ്കിൽ. ഞായറാഴ്ച എല്ലാ ദിവസവും 3 കുർബാനയുണ്ട്. ഞായറാഴ്ച എല്ലാ ദിവസവും മിനിമം 3 കുർബാന, 4 കുർബാന ശനിയാഴ്ച. ഇത് മലങ്കര കുർബാന എന്ന് ഓർക്കണം. എന്റെ ലെങ്ത്തും കൂടെ ഓർമ്മ വേണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രയും അച്ഛൻ. ഞാൻ പോകുമ്പോൾ മഴയായിരിക്കും ഇവിടെ. ഞാൻ ജോൺ ബോളിന്റെ മാപ്പാപ്പാട് പ്രാർത്ഥിക്കും, എന്നെ മഴ നനയ്ക്കരുത്. അയ്യടാ, ഞാൻ 3 മണിക്ക് മഴ പെയ്യുന്നുള്ള നനയ്ക്കരുത്. അയ്യടാ, വ്യത്യാസം ചെല്ലുമ്പോ മഴ തുടങ്ങും. കുർബാന കഴിയുമ്പോൾ ഞാൻ വീണ്ടും പറയും എനിക്ക് നാവക്കാട്ട് പോകണം. ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു സ്ഥലത്ത് നനയ്ക്കരുത്. എല്ലാ കുർബാന കഴിഞ്ഞാൽ അവിടെ ഈശോയുടെ രൂപത്തിന്റെ തൊട്ടടുത്ത് ജോൺ പോൾ മാർപ്പാപ്പയുടെ പടം ഉണ്ടാവുന്ന കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഭക്തിയും വിശ്വാസമുള്ള ജോൺ പോൾ മാർപ്പാപ്പയുടെ അല്ലേ. ഞാൻ സ്പെയിനിലൊക്കെ പോയപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് ഒറിജിനൽ രക്തമൊക്കെ കാണാനും തൊടാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ജോൺ പോൾ മാർപ്പാപ്പയോട് സ്പെഷ്യലായിട്ട് ഒന്നിനും പ്രാർത്ഥിച്ചു നോക്കിയിട്ടില്ല. അച്ഛൻ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അച്ഛന്റെ ഈ മോൻ ഒരുപാട് വിഷമത്തിലൂടെ പോകാൻ അച്ഛൻ അറിയാമല്ലോ. അപ്പൊ ഈ വിഷമ സമയത്ത് ഞാൻ ഒന്ന് ജോൺ പോൾ മാർപ്പാപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം ഹമ്പിളാണ്, സിമ്പിളാണ്, ഒബീഡിയന്റ് ആണ്. യേശുവിന്റെ എല്ലാ ഗുണങ്ങളും സ്വീകരിച്ചിരിക്കുകയാണ്. അയ്യോടാ, എന്നെ പ്രത്യേക ആകർഷിച്ചത് അങ്ങനെ ജോൺ പോളിന്റെ 1ാം മാർപ്പാപ്പ മരിച്ചതിന് ശേഷം 2ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു, കാറെല്ലാം റെഡിയാണ്. അദ്ദേഹം മേടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വയസ്സ് കിളവി ഒടിയും കുത്തി ആടി വരുന്നു. അങ്ങനെ അവിടെ നിന്നു. കിളവി വരുന്നവരെ എല്ലാം എൻ്റെ പൂച്ചക്കുട്ടിയെ പിള്ളേർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. കയറാൻ പറഞ്ഞു കാറിൽ. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളാണ്. കയറ്റി പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് നിന്നു. അമ്മൂമ്മയുടെ പൂച്ചക്കുട്ടിയെ കൊടുക്കാൻ പറഞ്ഞു. പിള്ളേർ പിടിച്ചു കൊടുത്തു. അതിനെ കയറ്റി മേടെ കൊണ്ട് വിട്ടിട്ടാണ് ഇങ്ങനെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കാൻ പോയത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ടെടുത്തു. 26 വർഷം. അത്രയും എളിമയുള്ളൊരു മനുഷ്യൻ. അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇതിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ആശ്രമത്തിന്റെ ഡീറ്റെയിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഇത് മുക്കടൽ എന്നാണ്. അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. കാര്യം നമ്മളിങ്ങനെ പറഞ്ഞാൽ അവർ മറന്നു പോകും. അപ്പം നമുക്ക് തന്നെ ലജ്ജ തോന്നും, ഇവർ ഇത്രയും വലിയ ആളുകളൊക്കെ എളിമ സാധാരണ. ജോൺ പോൾ മാർപ്പാപ്പ എളിമയുടെ ഒരു പര്യായമായിരുന്നു, ഒരു സംശയമില്ല. വിശുദ്ധൻ ജീവിതകാലം മാത്രമല്ല, ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരാളല്ലേ. വെടിയുണ്ടേന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുക. പിന്നെ മാതാവിന് അദ്ദേഹത്തോടുള്ള ഇഷ്ടം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി അങ്ങനെയായിരുന്നു. മാതാവിന്റെ ഒരു സംരക്ഷണം പ്രത്യേകമായിരുന്നു. വീണ്ടും ഒരു അനുഭവം എനിക്ക് ഉണ്ടായത്, സഭയിൽ നിന്ന് ഡിസ്മസ് ചെയ്ത റോമിലെ അച്ഛൻ പള്ളിയുടെ മുന്നിൽ പിച്ചെടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് കൂടെ പഠിച്ച അച്ഛൻ ഇവർ മാർപ്പാപ്പയെ അറിയിച്ചു. മാർപ്പാപ്പയെ വിളിപ്പിച്ചു, ഒരു വിരുന്ന് കൊടുത്തു. അതിനുശേഷം വസ്ത്രങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇതിൻ്റെ അടുത്ത് കുമ്പസാരിക്കണം. അതുപോലെ അയ്യോ എന്നെ ഡിസ്മിസ് ചെയ്ത് റോമിലെ വെപ്താൻ ഞാനാണ്, എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അധികാരം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം കുമ്പസാരിച്ചു. കാരണം ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് പുറത്താക്കപ്പെട്ട പുരോഹിതൻ നിഷ്കളങ്കനും ശുദ്ധനുമാണെന്ന് അറിയാവുന്നത് കൊണ്ടും അദ്ദേഹത്തിലെ വിശുദ്ധി തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ് അവിടെ പോയിട്ട് കുമ്പസാരിക്കണം. ഈ പിച്ചക്കാരുടെ ലാംഗ്വേജ് സൊസൈറ്റി ഉണ്ട്, അതിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചു അദ്ദേഹത്തെ. സാധാരണ നടക്കുന്ന കാര്യം. ഇതൊരു വലിയൊരു കാര്യമാണ് വെച്ചാൽ, നമ്മള് ചില മിഷണറിമാരെ എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു തിന്മയുടെ പേരും പറഞ്ഞ് ചാപ്പ കുത്തിയൊന്നും ഇല്ലാണ്ടാക്കും. പക്ഷെ കാര്യം ശരിക്കും സഭക്കും ഈശോയ്ക്കും മാത്രമേ എന്താ ആള് എന്ന് അറിയാൻ പറ്റുന്നു. ഒരു വലിയൊരു ഒരുപാട് പേർക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭക്തി വിശ്വാസവും വർദ്ധിച്ചു വരും. അതുകൊണ്ട് ഒരു പടം ഞാൻ ഞാൻ അച്ഛൻ്റെ മോൻ തിരിച്ചെത്തിയില്ലേ,
കുറെ മുമ്പത്തെ പോലെ അച്ഛൻ ഇനി ഇച്ചിരി ആക്റ്റീവ് ആവണം. അച്ഛന് എനിക്ക് പ്രായമൊന്നും പറയണ്ട, പ്രായമൊക്കെ മനസ്സിന് ബാധിക്കരുത്, ശരീരത്തെ ഇച്ചിരി ബാധിച്ചാലും മനസ്സിനെ ബാധിക്കരുത്. അച്ഛൻ നമ്മുടെ പഴയ അച്ഛൻ തന്നെ ആയിരിക്കണം. ഇനിയും കുറേ കുടുംബങ്ങൾ വരും, അവർക്കുള്ള കൗൺസിലിംഗ് കൊടുക്കണം, അവരുടെ ബന്ധന വിമോചനത്തിന് അച്ഛനെ ദൈവം ഏൽപ്പിച്ച, അതും കൂടെ പറഞ്ഞിട്ടെ, അച്ഛനൊരു വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഒരു ആരാധകനാണ്. അപ്പം ഇതൊരു ബെനഡിക്റ്റിയൻ അഫിലിയേറ്റഡ് മൊണസ്ട്രിയും കൂടെയാണ്. ഈ സെയിന്റ് ബെനഡിക്റ്റിന്റെ ഒരു പ്രത്യേകത, ഭൂതോച്ചാടനത്തിൽ സെയിന്റ് ബെനഡിക്റ്റും കുരിശും സെയിന്റ് ബെനഡിക്റ്റിന്റെ മെഡലും സെയിന്റ് ബെനഡിക്റ്റും പ്രാർത്ഥനയും വളരെ പവർഫുൾ ആണ്. അപ്പൊ ഈ ആശ്രമത്തിന് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയാൻ മറന്നുവരാം. അപ്പം പേട്രനാണ് സെയിന്റ് ബെനഡിക്റ്റ്. ഈ പടം ഒന്ന് കാണിച്ചു കൊടുക്കാവോ, ഈ സെയിന്റ് ബെനഡിക്റ്റ് എന്ന് എഴുതിയത്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, മലയാളികൾക്ക്, ഇപ്പൊ ഇത് തമിഴ്നാട്ടിലാണ്, ഇവിടെ വരുന്നവർ മുഴുവൻ തമിഴന്മാരാണ്, അതും കൂടെ ശ്രദ്ധിച്ചോണം. ഇവിടെ പൊതുവെ വരുന്ന ഈ പറഞ്ഞ വിമോചനം ലഭിക്കുന്ന, അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറുന്ന, സൗഖ്യം കിട്ടുന്ന, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. കേരളക്കാരും വരുന്നുണ്ട്, പക്ഷെ പൊതുവെ കമ്പാരിറ്റീവ്ലി തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴാണ്. അപ്പം മലയാളികളായ ആളുകൾക്ക് പുതിയ അറിവായിരിക്കും ഒരുപക്ഷെ ഈ ക്രിസ്ത്യനച്ഛനും, കുറെ ആളുകൾക്ക് ക്രിസ്ത്യനച്ഛനും ഈ ആശ്രമവും. അതുകൊണ്ട് തീർച്ചയായും മലയാളികൾ ഇത് പരസ്പരം മാക്സിമം ഷെയർ ചെയ്യുക. അച്ഛൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ പെട്ടെന്ന്, ഇപ്പൊ എന്റെ മൈൻഡിൽ വരുന്നൊരു ചിന്തയാണ്. ഇപ്പൊ ഒരു കുടുംബം, ഇപ്പം ഭാര്യയും ഭർത്താവും, അവരുടെ ചേട്ടാനിയന്മാര്, ഭർത്താവിന്റെ ചേട്ടാനിയന്മാര്, ഭാര്യയുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബം മൊത്തം ഒരു ചെറിയൊരു ഫാമിലി ഗാദറിംഗ്, ഒരു 15, 20, 25, 30 പേരൊക്കെ ഒരു ഫാമിലി ഗാദറിംഗ് ആയി ഇവിടെ വന്ന് ആരാധനയിലും കുർബാനയിലും കുമ്പസാരത്തിലും ഒക്കെ പങ്കെടുത്ത് ആ ഫാമിലിക്ക് മൊത്തത്തിലൊരു യൂണിറ്റി, ഒരു റീയൂണിയൻ, ഒരു ഹാപ്പിനെസ് ഒക്കെ വേണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം നമുക്ക് എമർജൻസിക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാവില്ലേ ഇവിടെ, അല്ലേ? തീർച്ചയായും അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. എന്റെ മൈൻഡിൽ ഇപ്പോൾ വന്നൊരു കാര്യമാണ്, ഒരു ചെറിയൊരു കുടുംബ ഗാദറിംഗ് ഒക്കെ വെക്കുമ്പോൾ ഒരു ടൂർ അടിക്കുക, എങ്ങോട്ടൊക്കെ ടൂർ പോകാൻ നല്ല സുഖമാണ്. നിങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ മാർ ഇവാനിയോസിന്റെ കല്ലറയിലൊക്കെ പോയി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ഇവിടെ ദേവസഹായ മൗണ്ടിൽ പോയി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് കന്യാകുമാരി ബീച്ചൊക്കെ കണ്ട് ഇവിടെ വന്ന് ഒരു ദിവസം അല്ല 2 ദിവസം ഇവിടെ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ ശുശ്രൂഷയിലും പങ്കെടുത്ത് പോയാൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹവും മുതൽമുടക്കുമായിരിക്കും. ലോകത്തുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അഹങ്കാരവും എന്തോ എല്ലാവർക്കും വരാം, അന്യമതസ്ഥർക്ക് വരാൻ പറ്റും. ഇവിടുത്തെ ഗേറ്റ് ഞാൻ കാണിച്ചത്, ഈ ഗേറ്റിന്റെ ഒരു പ്രത്യേകത, ഗേറ്റിൽ ഓംകാരം എഴുതിയിട്ടുണ്ട്, ഗേറ്റിൽ കുരിശ് എഴുതിയിട്ടുണ്ട്, ഗേറ്റിൽ ചന്ദ്രകലയുണ്ട്. ഇവിടെ മുസ്ലിമിനും വരാം, ക്രിസ്ത്യാനിക്കും വരാം, ഹൈന്ദവർക്കും വരാം, നിരീശ്വരവാദികൾക്കും വരാം. ദൈവം ഇല്ലാന്ന് പറയുന്നവർക്കും വന്നൂടെ? ഇത് അച്ഛന്റെ ഒരു തത്വം, അച്ഛന്റെ തത്വം ഞാൻ കടമെടുത്തിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ആദ്യമായിട്ടാണ് കോപ്പിറൈറ്റ് അച്ഛനെ തരുന്നത്. അച്ഛന്റെ തത്വം എന്താണെന്നറിയോ? ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പല ദൈവങ്ങളെ ആരാധിക്കുന്നത്, പല ദൈവങ്ങളെ പല തരത്തിൽ. പക്ഷേ ഇവരെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ അപ്പനാണ്, എൻ്റെ ദൈവമാണ്. അവരാരെ ആരാധിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ അവരെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ അപ്പനാണ്, നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മുടെ ചേട്ടാനിമാരാണ്. അവരാരെ ആരാധിക്കുന്നു എന്നുള്ളതല്ല, അവർ നമ്മുടെ ചേട്ടാനിമാരാണ് കേട്ടോ. എനിക്കിപ്പം ഞാൻ മരണാവസ്ഥയിലായിരുന്നു 2 മാസം മുമ്പ്. അച്ഛന് പറയുന്നത് ശ്രദ്ധിച്ചു. അച്ഛൻ മരണാവസ്ഥയിലായിരുന്നു 2 മാസം മുമ്പ്. ആക്ച്വലി കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ കൂടെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വേറൊരു അച്ഛൻ, കോട്ടാർ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു അച്ഛൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, ഫാദർ ക്രിസ്ത്യൻ. അപ്പൊ ഞാൻ എന്നാന്ന് ചോദിച്ചു, മരിച്ചിട്ട് വന്നതാ മാരിയോ എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയുണ്ട് അച്ഛന് എന്നോട് പറയാം, ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഇത് മരിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞു. അതെന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് ജൂണിൻ്റെ പിള്ളായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല സക്സസ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ അറിഞ്ഞില്ല, പെയിനൊന്നും ഉണ്ടായില്ല. 2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു വേണ്ടിയിട്ട് വല്ല ഓപ്പറേഷൻ കഴിഞ്ഞത്. അയ്യോ, അപ്പോഴാണ് അറിയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓക്സിജൻ അങ്ങ് ഡൗൺ ആയിപ്പോയി. അച്ഛൻ്റെ ഓക്സിജൻ ഡൗൺ ആയിപ്പോയി. ഞാൻ അൺകോൺഷ്യസ് കിടന്നു. പിന്നെ ഞാൻ ഓടിച്ച് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് പിന്നെ എല്ലാം ചെയ്തു. എല്ലായിടത്തും അറിയിച്ചു. നമ്മുടെ ബിഷപ്പ് റൂമിൽ അറിയിച്ചു. എല്ലായിടത്തും ബിഷപ്പ് വിജയെ വിളിച്ചറിയിച്ചു. അന്തിമദാശ കൊടുക്കാൻ കൊണ്ട്. അത് ശരി. അപ്പം ബിഷപ്പ് ഹൗസിൽ നിന്ന് അന്തിമദാശ വരെ എത്തി, പോയി കിട്ടി. അത് ശരി, എന്റെ പൊന്നച്ച. അപ്പൊ മാരിയോ ഈ മോൻ തിരിച്ചിവിടെ എത്താൻ വേണ്ടിയാണോ ഒന്ന് പിടിച്ചു വെച്ചത്? நிறைய பேருக்கு நீ நன்மை കിട്ടാണ്ടായിരിക്കും. തീർച്ചയായും തീർച്ചയായും. ഞാനിവിടെ ഉണ്ട്, അനി അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. വേറൊരു ജന്മമായിട്ട് വന്നിരിക്കും. എഴുന്നേക്കാൻ പറ്റാതെ എനിക്ക് ഒരാളുടെ സഹായം വേണം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇപ്പം തന്നെ എഴുന്നേക്കാം. ഇപ്പൊ തന്നെ എഴുന്നേക്കാം. ഇന്നലെയൊക്കെ ഇതിൽ ഇച്ചിരി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു. കറിയ വീട്ടിൽ നടക്കും ഞാൻ. கொஞ்சம் ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. கொஞ்சമല്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു 80%. ഒത്തിരി സന്തോഷം അച്ഛാ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ചരിത്രങ്ങളും പുറത്തു വരണം. കാര്യം അച്ഛൻ, ഞാൻ വീണ്ടും പറയട്ടെ മലയാളികളെ, ശരിക്കും ജീവിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഞാൻ വെറുതെ അങ്ങനെ പറയാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അനുഭവിച്ച കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ ഇന്ന് കാണുന്ന ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരാരാ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം ക്രിസ്ത്യനച്ഛനെ പറയുള്ളൂ. ആദ്യം പറയുന്നത് ക്രിസ്ത്യനച്ഛനെ. വേറെ ആരെയും കണ്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം.
ആദ്യത്തെ പേര് ക്രിസ്ത്യനച്ഛനാണ്, ഒരു ജീവിക്കുന്ന വിശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമൊന്നുമല്ല എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുക എന്നുള്ളത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നാട്ടിൽ വരികയാണെങ്കിൽ അച്ഛനൊന്ന് വന്ന് കാണണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും, റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. ഈ മാരിയോയ്ക്ക് ഒരു വലിയ യൂട്ടേൺ ഉണ്ടാക്കിയത് അച്ഛൻ്റെ സാന്നിധ്യമാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ ഈ സക്കവൂസിന്റെ മരം പോലെയാണ്. അവിടെ ഇരുന്ന് ഈശോയെ കാണാന്ന് പറഞ്ഞില്ലേ, അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അത് കണ്ടിരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ പറ്റുന്നതും സാധിക്കുന്നതും ചെയ്യുക. പിന്നെ ആശ്രമത്തെ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു സ്ഥാപനമാണ്. അച്ഛനിപ്പം പഴയ പോലെ ഓടി നടന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ നന്നായി ഞെരുങ്ങുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അത് അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞിട്ടല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. യു ക്യാൻ ഡു ഇറ്റ്. അത് വേറൊരു കാര്യം. 35 വർഷം ഞാൻ നാറുകുല ടൗണിലെ കടകളും വീടുകളും പോയി പിച്ചെടുത്ത് ഇവരെ തീറ്റിപ്പറ്റത്. കേട്ടോ നിങ്ങൾ അച്ഛൻ പറഞ്ഞത്? 35 വർഷം നാഗർകോവിൽ ടൗണിലുള്ള കടകളിൽ ചെറിയ ബോക്സ് വെച്ച് ബോക്സില്ല, ഒരു മാസത്തില് 500 രൂപ 1000 രൂപ അങ്ങനെ തരും അല്ലേ? ഞാൻ വെച്ചാൽ നമ്മൾ ബോക്സ് വെച്ചെന്ന് ഒരു മാസം ഓരോരുത്തർ തരും. ഓരോ വീടുകളിലും ഓരോ കടകളിലും ചെല്ലുമ്പോൾ ഒരു മാസം ഒരു 500 രൂപ 100 രൂപ 1000 രൂപ ഇങ്ങനെയൊക്കെ തരുന്ന കാശുകൾ വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ 19ഓളം വൃദ്ധന്മാരെ അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത കുറെ മനുഷ്യരെ ഇവരെ പോറ്റിക്കൊണ്ടിരുന്നത്. കാരണം ചില വൃദ്ധമന്ദിരത്തിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ കാശ് കൊടുത്തിട്ട് ഏൽപ്പിക്കും. ഇവിടെ മക്കളും ഇല്ല, മക്കളും ഇല്ല, ആരും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം അച്ഛന് ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതേപോലെ പോകാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സച്ചിയാനന്ദ അച്ഛൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, ഒരു അത്ഭുതമാണ് നമ്മുടെ വലിയച്ഛൻ. ഞാൻ ചോദിച്ചു എന്താ? രാവിലെ ഒരു 5:30 മണിക്ക് ലോഹ ഇട്ട് കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് വരെ ഈ ലോഹക്കകത്താണ് മനുഷ്യൻ. ചൂടും പ്രശ്നമല്ല, മഴയും പ്രശ്നമല്ല. ഞാൻ ചോദിച്ചു എന്താ? ഇവിടുത്തെ കുർബാനയും കഴിഞ്ഞ് അടുത്ത പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് പിന്നെ തെണ്ടാൻ വേണ്ടി പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഉച്ചക്ക് ഒരു ഇച്ചിരി വിശ്രമിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും അന്ന് ബൈക്ക് MIT പോലത്തെ ബൈക്കിട്ട് പറയായിരുന്നു, പഴയ കഥകൾ പറയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും വിശുദ്ധൻ നമ്മൾ അറിയുന്നില്ല. അതായത് അടുത്തുള്ളവർക്ക് അതറിയാം, പുറത്തുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ല അത് എന്റെ ഈ വിശുദ്ധൻ ഞാൻ വിളിച്ചതാ. അച്ഛനെ വിശുദ്ധൻ വിളിച്ചേക്കരുത് കേട്ടാ. കാരണം അന്നേരം പിന്നെ നേരത്തെ പറഞ്ഞ അഹങ്കാരം കയറി വരും, ആത്മീയ അഹങ്കാരം കയറി വരും. അച്ഛൻ വിശുദ്ധനൊന്നുമല്ല, എനിക്ക് വിശുദ്ധൻ. ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. അച്ഛൻ ഒരു പാപി തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ഇപ്പൊ അതിന്റെ പേരിൽ വിഷമം വേണ്ട, ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്ന കേട്ടോ അച്ഛാ. മനുഷ്യർക്കൊക്കെ സ്നേഹവും വാത്സല്യമാണ് ആവശ്യം, വേറെ ഒന്നും വേണ്ട അവർക്ക്. അല്പം എങ്ങനെയുണ്ട്, സുഖമാണോ? ആ സുഖമാണ്. ഭക്ഷണം കഴിച്ചു, അത് മതി അവർക്ക് നിറയാൻ. പണ്ടൊരിക്കൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുത്തൻ ഇതുവഴി പിന്നെ അച്ഛൻ തന്നെയായിരുന്നു എന്നോട് പറഞ്ഞു, ഡാമിലേക്ക് എന്തോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞേ? ഒരുത്തൻ ഇവിടുന്ന് ഭയങ്കര പ്രശ്നമുണ്ട്, ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ട്, ഡാമിൽ ചാടി ചാകാൻ വേണ്ടിയിട്ട് ഇതുവഴി പോകുമ്പോൾ അച്ഛൻ തടുത്തിട്ട കഥയാണ്. അത് കേൾക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കളിക്കോട് ഒരു പള്ളിയിൽ പെരുന്നാൾ കുർബാനയ്ക്ക് പോവുകയാണ്. ഇറങ്ങി വരുമ്പോൾ ബൈക്ക് താഴെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരാൾ എന്നെ കണ്ടുകൊണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി വന്നു. എന്നെ കുമ്പിട്ടു വണക്കം പറഞ്ഞു. എന്നെ ചോദിച്ചു, നിങ്ങളിത് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് സംസാരിക്കാൻ സമയമില്ലല്ലോ, ഞാൻ പെരുന്നാൾ കുർബാനയ്ക്ക് പോകാമെന്ന് അവരങ്ങ് പൊട്ടിക്കരഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റി. ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് നമ്മുടെ പാർലറിൽ കൊണ്ടിരുത്തി 2 മിനിറ്റ് വർത്താനായിട്ട് ഭക്ഷണം കഴിച്ചില്ല. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം പറഞ്ഞു. കുട്ടുമണി കൊണ്ട് ചോറും കുറവില്ല, ഇഷ്ടം പോലെ കഴിച്ചിട്ട് താഴെ സ്റ്റേജിൽ കിടക്കുന്ന റൂം കൊണ്ട് ഫ്രീ ആയിട്ട് കിടന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. 8 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് 8:30 പിന്നെ പാർലറിൻ്റെ വാതൊക്കെ നിൽക്കാമെന്ന് ഞാൻ ബൈക്കും വെച്ചൊന്ന് പറഞ്ഞു. ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അച്ഛൻ ഇവിടുന്ന് ഒരു കുർബാനയ്ക്ക് വേണ്ടി, പെരുന്നാൾ കുർബാനയ്ക്ക്, അപ്പൊ സമയം വൈകാൻ പാടില്ല, പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുത്തൻ കാണുന്നു. അദ്ദേഹം ഭയങ്കര കരച്ചിൽ. അതായത് എനിക്കിപ്പോൾ അച്ഛനോട് മിണ്ടണം എന്ന് പറഞ്ഞു. അച്ഛൻ മിണ്ടാൻ സമയത്ത് കുർബാന എന്ന് പറഞ്ഞപ്പോൾ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല. അച്ഛൻ പാർലർ കൊണ്ട് ഇരുത്തി അവനെ സംസാരിച്ച് ഭക്ഷണം കൊടുത്തു, കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തു. 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരുത്തനായിരുന്നു. അത് എല്ലാം കഴിച്ച് കിടക്കാൻ റൂമിൽ കയറിയിട്ട് അച്ഛൻ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് അച്ഛനോട് ഒരു ഡയലോഗ് പറഞ്ഞു, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അപ്പൊ അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിലാണ് ഈ കണ്ടതും രക്ഷപ്പെട്ടതും. അപ്പോൾ പലപ്പോഴും എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ പറയാം. ഒരു സക്കവൂസിന്റെ മരമാണ്. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അറിയാതെ ഈശോയെ കാണും. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നതിനേക്കാൾ, എൻ്റെ ബാപ്പയുടെ വീട്ടിൽ പോകുന്നതിനേക്കാൾ, വേറെ എവിടെയും ഭൂമി പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ആശ്രമത്തിൽ എത്തുന്നതാണ്. 2 ആഴ്ച ഇവിടെ താമസിക്കാനുള്ള മരുന്നും കൗൺസിലിങ്ങിനെ കൊടുത്തു. അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും കാലം വരും. കുർബാന കഴിഞ്ഞിട്ട് കാപ്പി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കും, അവിടെ അടിച്ചിടും. അവന് ജീവൻ കിട്ടിയെന്ന് മാത്രമല്ല, എല്ലാ ഞായറാഴ്ച ഇവിടെ വരും. ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവന്റെ വീട് വാങ്ങി എന്നെ അപ്പാന്ന് വിളിക്കുള്ളൂ. 2ാമത് ജന്മം കിട്ടിയതല്ലേ. അത് കഴിഞ്ഞ് പെണ്ണൊക്കെ കിട്ടി 2 പിള്ളേരുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അവൻ ഭാര്യയും പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്.
പിള്ളേർ കൂടെ അച്ഛൻ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു സംഭവം അച്ഛൻ ഇപ്പൊ ഓർത്തെടുത്ത് പറയാൻ എല്ലാ ഓർമ്മയിലും നിൽക്കില്ല. കാരണം ഇന്നലെ ഞാൻ സംസാരിച്ചത് ഇങ്ങനെ ഓർത്തോർത്ത് പറയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചിന്തിക്കായിരുന്നു, അച്ഛന്റെ കൂടെ ഇങ്ങനെ കുറെ മണിക്കൂറുകൾ ഇരുന്നിട്ട് ഒരു വലിയ പുസ്തകം എഴുതിയാലോ ഈ ഒരു കൊച്ചു ജന്മം. കാര്യം അത്രയും അനുഭവങ്ങളാണ്, അത് വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. കാര്യം ഇങ്ങനത്തെ മിഷണറിമാരെ ഒന്നും ഇപ്പൊ കാണാനില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ മിഷണറിമാർ പണിതുണ്ടാക്കി പ്ലാറ്റ്ഫോമിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവരല്ലാതെ ഗ്രൗണ്ടിൽ നിന്ന് പണിയെടുക്കുന്ന മിഷണറിമാർ വളരെ കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛന്റെ ജീവിതം ഒരു ചെറിയൊരു പുസ്തകമായൊക്കെ വരണം. കൂടാതെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഇവിടെ നെറ്റ് ഇല്ലായിരുന്നു, ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. ഞാൻ വന്നിട്ടാണ് സച്ചാനന്ദ അച്ഛനെ നിർബന്ധിച്ച് പിടിച്ച് കൂട്ടി കൊണ്ടുപോയി നെറ്റ് എടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ലൈവ് ഇടാൻ പറ്റുന്നത്. അതും ഏത് സമയത്ത് കറണ്ട് പോയാലും നെറ്റ് കട്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു UPS മേടിച്ച് വെക്കണം. അതിന്റെ വേണ്ടിയുള്ള ഒരു ധൃതിയിലാണ് ഞാൻ ഓടി നടക്കുന്നത്. അപ്പം കുറച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആശ്രമത്തിൽ അത് മനസ്സിലാക്കാം. അതുകൂടാതെ ഒരു പുസ്തകം എഴുതണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കട്ടെ. അച്ഛന്റെ ആരോഗ്യം അനുസരിച്ചും എൻ്റെ ടൈം അനുസരിച്ചും ഇരുന്നൊരു ചെറിയൊരു ഈ ജീവചരിത്രം ഒരു അടുത്ത തലമുറക്ക് അത് ആവശ്യമാണ്. കാരണം ഇപ്പൊ സെമിനാരി പഠിക്കുന്ന പിള്ളേരൊക്കെ അച്ഛനെ പോലെയുള്ളവരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ആഴവും തീക്ഷ്ണതയും മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ശരിയായിക്കൊള്ളുന്നില്ല, എന്റെ ചിന്ത ഞാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷവാനാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് മാമോദിസ കൊടുക്കാനും കേൾക്കുന്നുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾക്ക് മാമോദിസ നൽകാൻ സാധിച്ചൊരു വൈദികനാണ് കേട്ടോ. അവർക്ക് കുമ്പസാരം കുർബാനയും കൊടുക്കാൻ സാധിച്ചു. ഇവിടെ 106 പേര് മരിച്ചു. അത്രയും പേര് ഞാൻ തന്നെയാണ് പ്രധാന കാർമ്മികത്വം നയിച്ച് അടക്കിയത്. 100 എത്രാന്ന് കറക്റ്റ് ഓർമ്മയാണ്? 106 ആരോരുമില്ലാത്ത വൃദ്ധർ ഈ ആശ്രമത്തിൽ വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും, അതായത് അവർ ഈശോയുടെ വീട്ടിൽ പോകുമ്പോഴേക്കും അവർക്ക് വേണ്ട എല്ലാം ഒരുക്കി കൊടുത്ത് ശരിയാക്കി വിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പുണ്യമാണ്. ചിലപ്പോഴൊക്കെ ഞാനും ആഗ്രഹിക്കും എന്റെ അവസാനം ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. കാരണം മതം മാറ്റിയിട്ടില്ല, മനസ്സ് മാറ്റിയിട്ടുള്ളൂ. അതെ അല്ല, മതം മാറ്റിയൊന്നുമില്ല. അച്ഛൻ അങ്ങനെ ഒരു ചിന്തയല്ല. കാര്യം ഇവിടെ ഹിന്ദു വന്നാലും മുസ്ലിം വന്നാലും ക്രിസ്ത്യാനി വന്നാലും എല്ലാവർക്കും ഒരേപോലെ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് അച്ഛൻ കേട്ടോ. അത് വേറൊരു കാര്യം. ആ തെറ്റിദ്ധരിക്കരുത്. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മതം മാറ്റം എന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. ഓരോരുത്തരും മനസ്സിങ്ങനെ മാറി ഈശോയോട് അറിയാതെ ഈശോയോട് സ്നേഹം വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കും ക്രിസ്ത്യാനി ആവണം, എന്താ ചെയ്യുന്നത്? അത് അവരുടെ ഇഷ്ടം. അങ്ങനെ വിശ്വാസപ്പെടുത്തില്ല. പിന്നെ എന്നാ വേറെ അച്ഛാ? അപ്പൊ ഇന്നത്തെ ലൈവ് നമുക്ക് ക്ലോസ് ചെയ്യാം. നാളെ നമുക്ക് വേറെ ലൈവിൽ അങ്ങനെ കിട്ടാത്തൊരു ഭാഗ്യത, അനേകർക്ക് കിട്ടാത്ത ഭാഗ്യത. തീർച്ചയായും. ഓക്കെ എന്നാ സുഹൃത്തുക്കളെ, അപ്പം ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാന് വളരെ നന്ദി. അച്ഛൻ ഒരു പ്രീസ്ലി അനുഗ്രഹം കൂട്ടുകാർക്കൊന്ന് കൊടുത്തേക്കാവോ? ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്, അതുകൊണ്ടാണ്. സ്നേഹവും ഏകാഗ്രതയും പരിശുദ്ധാത്മാവിന്റെ ദുർഭാവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും കൊണ്ടായിരിക്കട്ടെ. ആമേൻ.